കഴിഞ്ഞ 2024 നീറ്റ് എക്സാമിൽ 687 മാർക്ക് നേടി മികച്ച വിജയം കൈവരിച്ച ഹെലൻ മരിയയുടെ ഇരിങ്ങാലക്കുടിയിലുള്ള ഫാമിലിയുടെ കൂടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. സോ ആളുടെ ഫാമിലിയും നമ്മുടെ ഒപ്പം ഉണ്ട്. സോ ഹെലൻ, ഫാമിലിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഇത് പപ്പ വർഗീസ് കെ എൽ, ബിസിനസ്സാണ്. മമ്മി ജാസ്മിൻ, ടൈലറാണ്. പിന്നെ അപ്പാപ്പനുണ്ട്. പിന്നെ ചേച്ചിയുണ്ട്. ചേച്ചി കാക്കനാട് CA ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുക. അതൊക്കെയാണല്ലേ. ഓക്കെ, അപ്പോൾ മോൾക്ക് 687 മാർക്കുള്ളത്. എത്രയാ റാങ്ക്? എത്രയാണ് വരുന്നത്? റാങ്ക് 4228. ഓക്കെ. സോ മോള് ബ്രില്യൻറ്റിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ബ്രില്യൻറ്റിൻ്റെ കൂടെയുള്ള ഒരു ജേർണി? മോൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ +2 കഴിഞ്ഞപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ പോയി. അവിടെ പാലയിൽ എമറാൾഡ് ഹോസ്റ്റലായിരുന്നു. പിന്നെ റിപ്പീറ്റ് ചെയ്തപ്പോൾ എനിക്ക് 538 മാർക്ക് അത്ര ഉണ്ടായിരുന്നു. പിന്നെ ഒന്നുകൂടിയും പഠിച്ചാൽ കിട്ടും. അപ്പോൾ പഠിക്കണമെന്ന് അത് കൺഫ്യൂഷൻ ഉണ്ടായി, വേറെ കോഴ്സിന് പോകണമെന്ന്. പക്ഷെ വീണ്ടും പഠിച്ചു. പിന്നെ റിപ്പീറ്റ് ചെയ്തു. ഞാൻ ഓൺലൈനായിട്ട് ചെയ്തത് T34 ബാച്ചിലായിരുന്നു. അവിടെ ഫസ്റ്റ് അഖിൽ സാറായിരുന്നു ക്ലാസ് ടീച്ചർ. പിന്നെ ലാസ്റ്റ് മോഡൽ എക്സാമിൻ്റെ ടൈമായപ്പോൾ ക്ലാസ് ടീച്ചർ മാറി. പിന്നെ ആതിര മിസ്സായി. പിന്നെ കോർഡിനേറ്റർ അജയ് സാറ്. പിന്നെ നല്ല ക്ലാസ്സായിരുന്നു. എല്ലാം മനസ്സിലാക്കാൻ പറ്റി. ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ റിപ്പീറ്റ് ചെയ്തപ്പോൾ നല്ല സ്കോറും കിട്ടി. നല്ല സന്തോഷം. റിപ്പീറ്റ് ചെയ്തപ്പോൾ എത്രയായിരുന്നു സ്കോർ ഉണ്ടായിരുന്നത്? 538. അപ്പൊ എന്തായിരുന്നു മോളൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്യാം എന്നുള്ളൊരു മോട്ടിവേഷൻ എന്തായിരുന്നു? പപ്പയും മമ്മിയൊക്കെ ആയിരുന്നു. എനിക്ക് ഒരു കൺഫ്യൂഷൻ ആയിരുന്നു, വേറെ കോഴ്സിന് പോകണോ, അത് വീണ്ടും ചെയ്താൽ കിട്ടോ, വേസ്റ്റ് ആവുമെന്നൊക്കെ. പക്ഷെ ഇവര് പപ്പയും മമ്മിയെ സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്തു അല്ലേ? അപ്പൊ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നല്ല കോൺഫിഡന്റ് ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റി. ഓൺലൈൻ ബാച്ചിലായിരുന്നു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഓൺലൈൻ എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. എനിക്ക് കറക്റ്റ് ക്ലാസ് ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും കേൾക്കാനും പറ്റും. ഡൗട്ട് ക്ലിയറൻസും ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. ലേണിംഗ് ഒക്കെ ഞാൻ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? മോള് എക്സ്പെക്ട് ചെയ്തിരുന്നോ ഈ ഒരു സ്കോർ? ഈ തുടങ്ങി ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ ഒരു സ്കോറിൽ എക്സ്പെക്ട് ചെയ്തിരുന്നോ? സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇത്രയൊന്നും എക്സ്പെക്ട് ചെയ്തില്ല. ഒരു 650 660 അങ്ങനെ എത്തുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. എക്സാം കഴിഞ്ഞപ്പം ഉറപ്പിച്ചോ ഈ ഒരു മാർക്കിലേക്ക്? എക്സാം കഴിഞ്ഞപ്പോൾ ഉറപ്പിച്ചു അല്ലേ? അപ്പോൾ മോൾ എന്താ ഈ MBBS എന്ന് പറഞ്ഞൊരു ഫീൽഡിലോട്ട് വരാനുള്ള കാരണം എന്തായിരുന്നു? ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹം MBBS. പിന്നെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും പേഷ്യൻസിനെ നോക്കുമ്പോൾ. പിന്നെ നല്ലൊരു ഫീൽഡാണ്, റെസ്പെക്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് MBBSലോട്ട് വന്നത് അല്ലേ? മോളുടെ ഫേവറേറ്റ് സബ്ജക്ട് ഏതായിരുന്നു? എനിക്ക് ഫേവറേറ്റ് സബ്ജക്റ്റ് അല്ല, എനിക്ക് ഫേവറേറ്റ് ചാപ്റ്റേഴ്സ് ആയിരുന്നു. അങ്ങനെ സബ്ജക്റ്റ് ആയിട്ട് പറയാൻ ഇല്ലല്ലേ? എങ്ങനെയായിരുന്നു മോളുടെ ഒരു എൻട്രൻസ് സ്റ്റഡി? ഓൺലൈൻ ബാച്ചിലും കൂടെ ആയിരുന്നു, കുറെ കൂടെ സെൽഫായിട്ട് തന്നെ നമ്മൾ കുറെ പ്രിപ്പയർ ചെയ്യേണ്ടി വരുമായിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു മോളൊരു എൻട്രൻസ് സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ടൈം ടേബിൾ ഒക്കെ എങ്ങനെയാ സെറ്റ് ചെയ്തത്? ഞാൻ രാവിലെ എഴുന്നേൽക്കണ കൂട്ടത്തിലുള്ളതാണ്. രാവിലെ എഴുന്നേറ്റ് ഫസ്റ്റ് ഞാൻ ഫിസിക്സിലത്തെ പ്രോബ്ലംസ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞ് കെമിസ്ട്രി, പിന്നെ ബയോളജി വായിക്കും. പിന്നെ ക്ലാസ് പിന്നെ അന്നു എടുക്കണം, അന്ന് തന്നെ ചെയ്യും. അന്നത്തെ മെറ്റീരിയൽസും എല്ലാം അന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യും. പെൻഡിങ് വരാണ്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു പഠിച്ച് വന്നേ അല്ലേ? അപ്പൊ ഈ ഒരു മോഡൽ എക്സാംസ് ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഈ മോഡൽ എക്സാംസ് ഒക്കെ എഴുതിക്കൊണ്ടിരുന്നപ്പോ ഈ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റിയിരുന്നോ? ചിലതെത്തി, ചിലത് കുറഞ്ഞു. നല്ല കുറവുണ്ട്, നല്ല കൂടുതലുണ്ട്. കൺസിസ്റ്റന്റ് ആയിരുന്നു, നല്ല വേരിയേഷൻ ഉണ്ടായിരുന്നു. റാങ്കിലും മാർക്കിലൊക്കെ നല്ല വേരിയേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ അജയ് സാറൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ ഹോസ്റ്റലിൽ കാണാൻ വരാറുണ്ട്. അപ്പൊ സാറും പറയാനായിട്ട് വേരിയേഷൻ ഒക്കെ ഉണ്ടാവും, അതൊക്കെ ഇതിലൊരു ഭാഗമാണൊക്കെ പറയും. അങ്ങനെ നമ്മള് അത് വിശ്വസിച്ച് ഇങ്ങനെ പഠിച്ചിരുന്നു. കുറഞ്ഞു പോകുമ്പോൾ ഒത്തിരി പേര് മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. മോട്ടിവേറ്റ് ചെയ്യാൻ കുറെ പേരുണ്ടായിരുന്നു. അവിടെ വാർഡൻ ആയാലും നിത്യമസ് ആയിരുന്നു, മിസ് നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു അല്ലേ? പാരന്റ്സിന്റെ സപ്പോർട്ടും ഭയങ്കര നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഫോം വിളിക്കുമ്പോ ഒക്കെ നല്ല സപ്പോർട്ട് ആയിട്ട്. അപ്പം ഇനി നീറ്റ് എഴുതുന്ന കുട്ടികളുണ്ട് അല്ലെ? അപ്പൊ അവരോടൊക്കെ മോൾക്ക് എന്താ പറയാനുള്ളത്? നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, അതിന്റെ റിസൾട്ട് എന്തായാലും കിട്ടും. പിന്നെ പ്രാർത്ഥിക്കുക, ദൈവാനുഗ്രഹം. അപ്പോൾ തോറ്റു പോവാതെ എന്താ പറയുക, ഒരു വർഷം നമുക്ക് ഇച്ചിരി മാർക്ക് കുറഞ്ഞു പോയാലും ഞാൻ തോറ്റു കൊടുക്കില്ല എന്ന് പറഞ്ഞ് വാശിയോടെ തന്നെ റിപ്പീറ്റ് ചെയ്ത് മാർക്ക് മേടിച്ച ആളാണ്. അപ്പോൾ ആളുടെ ഫാമിലി നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അവരും ഒത്തിരി സന്തോഷത്തിലാണ് മോളുടെ ഈ വിജയത്തിൽ അല്ലേ? എല്ലാവരും ഒത്തിരി സന്തോഷത്തിലാണ്. അപ്പോൾ നമുക്ക് അവരുടെ ഒരു ഇതും കൂടെ കേൾക്കാം. അവർക്ക് എന്താ ഫീൽ ചെയ്ത് ഈ ഒരു റിസൾട്ട് വന്നപ്പോൾ ഒന്നും കൂടെ കേൾക്കാം. അപ്പോൾ ആളുടെ അമ്മയുണ്ട് നമ്മുടെ കൂടെ. സോ മാം, റിസൾട്ട് വന്നപ്പോൾ ഒത്തിരി സന്തോഷമായോ? സന്തോഷം ഉണ്ടായിരുന്നല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഈ ബ്രില്യൻറ്റിന്റെ കൂടെ ഒരു ജേർണി? എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ 2 years ജേർണി ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു അത്? അവരുടെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു അവൾക്ക്. പിന്നെ അവൾ പറയാറുണ്ട്, ടീച്ചേഴ്സ് വരാറുണ്ട്, നല്ല ക്ലാസ്സാന്ന് പറയാറുണ്ട് അവൾ. ഇപ്പൊ റിപ്പീറ്റ് ചെയ്തപ്പോൾ ആൾ ഓൺലൈനിലേക്ക് ആയിരുന്നു. അപ്പൊ വീട്ടിലിരുന്ന് എങ്ങനെയായിരുന്നു പഠിത്തമൊക്കെ? വീട്ടിൽ അവൾ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പഠിക്കും. പിന്നെ അവളുടെ റൂമിലേക്ക് ഞങ്ങൾ അങ്ങനെ പോകാറില്ല. ഇരുന്ന് അവൾ പുസ്തകമായിട്ട് നമ്മൾ നിർബന്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തന്നെ എഴുന്നിട്ടുള്ള അതൊക്കെ അവൾ തന്നെ ചെയ്തോളൂ, കുഴപ്പമില്ല. പിന്നെ അവൾ വേറെ ഒന്നിനും പോകാറില്ല, ഓൺലൈൻ പഠിപ്പ് മാത്രമേ. പഠിക്കുന്ന കാര്യത്തിൽ അങ്ങനെ ഉഴപ്പുന്ന കൂട്ടത്തിലല്ല അല്ലേ? പഠിപ്പ് കഴിഞ്ഞിട്ട് ബാക്കി എന്തുള്ള ആൾക്ക്. അപ്പോ അച്ഛനുണ്ട്, അച്ഛന് എന്താ ഫീൽ ചെയ്ത റിസൾട്ട് വന്നപ്പോൾ? റിസൾട്ട് വളരെ സന്തോഷം തോന്നി. എന്താ പറയാ, ഫസ്റ്റിന് ദൈവത്തിന് നന്ദി പറഞ്ഞു.
ഇത്ര മാർക്ക് കിട്ടിയില്ല വന്ന്. മാർക്ക് കിട്ടി നമ്മളെ ഫസ്റ്റ് എക്സാം കഴിഞ്ഞെന്ന് എനിക്ക് പറഞ്ഞു ഇത്ര മാർക്ക് ഉണ്ടാവുമെന്ന്. അപ്പോൾ ഫസ്റ്റ് വളരെ സന്തോഷം തോന്നി. പിന്നെ ബ്രില്യൻറ്റ് സന്തോഷം തോന്നി. ബ്രില്യൻറ്റ് അച്ഛൻ എന്തുകൊണ്ടാണ് ബ്രില്യൻറ്റ് തന്നെ ചൂസ് ചെയ്യാനുള്ളൊരു കാരണം എന്താ? ബ്രില്യൻറ്റ് ചൂസ് ചെയ്യാൻ കാരണം വെച്ചാൽ നമുക്ക് ഫസ്റ്റ് തന്നെ അതിൻ്റെ ഐഡിയ ഇല്ലായില്ല. പിന്നെ ഇവിടെ തന്നെ പറഞ്ഞാൽ ശരി, നമുക്ക് പല കോച്ചിങ് സെൻ്ററുകളുണ്ടല്ലോ. ശരി, ലാസ്റ്റ് ബ്രില്യൻ്റാണ് നല്ലത്, മികച്ച സ്കോറുള്ളത് ബ്രില്യൻ്റാണ്. മൊബൈലിലും നെറ്റിലൊക്കെ നോക്കിയിട്ട് ഞാൻ ബ്രില്യൻ്റ് ചൂസ് ചെയ്തു. അങ്ങനെയാണ് ബ്രില്യൻറ്റിലേക്ക് എത്തിയത് അല്ലേ? അപ്പോൾ ഒത്തിരി സന്തോഷം. ഇത്രയും മാർക്ക് നമ്മളിത്തിരി പ്രതീക്ഷിച്ചില്ല. മാർക്ക് നമ്മളൊരു ഏകദേശം 600 ചില്ലറ മാർക്ക് കിട്ടും. ഇത്രയും മാർക്ക് കിട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. ആളത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫുൾ ടൈം ഹാർഡ് വർക്കായിരുന്നു. അപ്പൊ ഹാർഡ് വർക്കിന്റെ റിസൾട്ട് എന്തായാലും കിട്ടിയല്ലോ, സന്തോഷമായി അല്ലേ? പിന്നെ ആളെ ഭയങ്കര സപ്പോർട്ടായിരുന്നു ബ്രില്യൻറ്റിനെ പറ്റി. ഞാൻ പറഞ്ഞില്ല, അജയ് സാറ്, പിന്നെ നിത്യ മാഡം, അങ്ങനെ മാഡം കണ്ടും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇതിൽ മാർക്ക് കുറഞ്ഞാലും വീണ്ടും ഇതൊരു പറയാനായിട്ട് സപ്പോർട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആളുടെ മുത്തശ്ശൻ ഉണ്ട് നമ്മുടെ കൂടെ. മുത്തശ്ശൻ എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. മോളുടെ മാർക്ക് അറിഞ്ഞപ്പോ സന്തോഷായോ? എന്താ പറയാനുള്ളത്? എനിക്ക് പറയാൻ പറ്റില്ല, അങ്ങനത്തെ കൊച്ചിനെ കിട്ടിപ്പോ. കൊച്ചിന് ഡോക്ടറായിട്ട് വരാൻ പോവാണ് അല്ലേ? ഒത്തിരി സന്തോഷം അല്ലേ? അപ്പൊ എല്ലാവരും ഒത്തിരി സന്തോഷത്തിലാണ്. മുത്തശ്ശന്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. അപ്പൊ ഹെലൻ ഇനി ഫ്യൂച്ചറിൽ എവിടെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്? തൃശ്ശൂർ മെഡിക്കൽ കോളേജ്. തൃശ്ശൂർ മെഡിക്കൽ കോളേജ് അല്ലേ? അപ്പോൾ ഹെലന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ സീറ്റ് വേണമെന്നാണ് ആഗ്രഹം. മോൾ ആഗ്രഹിച്ച പോലെ തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ സീറ്റ് ലഭിക്കട്ടെ. ഞങ്ങളുടെയും ബ്രില്യൻറ്റിൻ്റെയും പ്രാർത്ഥനയും ആശംസയൊക്കെ നേരുന്നു. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.